നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൻ്റെ സൂപ്പർ 8 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ദിവസമാണിന്ന്. ഇന്ന് 2 മത്സരങ്ങൾ നടക്കുന്നു. രണ്ടും ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗ്രൂപ്പ് 1 ഓഫ് ദി സൂപ്പർ 8 ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയും ഉള്ള ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലെ എല്ലാ ടീമുകളും ഗ്രൂപ്പ് സ്റ്റേജിൽ 1-ാം സ്ഥാനം കൊണ്ട് വന്നവരാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരവും ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മത്സരവും ഈ ഗ്രൂപ്പിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള ചിത്രം നമുക്ക് നൽകും. ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നൊരു കാര്യം, ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് അതികളി തോറ്റതുകൊണ്ട് ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിക്കുകയും പിന്നെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുകയും ചെയ്താൽ സെമിയിലേക്ക് എത്താം. അതാണ് പ്രധാനമായ മാർഗം. നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യത്തിലേക്കൊക്കെ പോയാൽ ഇന്ത്യ കോംപ്ലിക്കേറ്റഡ് ആവും, പുറത്താവുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ്. ശരിക്കും ആ ഒരു വഴി മാത്രമല്ല ഇന്ത്യക്ക് സെമി ഫൈനലിൽ എത്താനുള്ളത്. എല്ലാ സെനാരിയോകളും നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. ഈ ഗ്രൂപ്പ് 1 ഓഫ് ദി സൂപ്പർ 8 എല്ലാ സാധ്യതകളും പരിശോധിക്കാം. ഇന്ന് ഇന്ത്യ തോറ്റാൽ പോലും സെമി ഫൈനലിൽ അപ്പോഴും അവിടെ ചില സാധ്യതകളുണ്ട് എന്നാ. അപ്പോൾ ഒരു സാധ്യതയല്ല, പല സാധ്യതകൾ. ഒരു വഴിയല്ല, പല വഴികൾ. നമ്മൾ വിശദമായിട്ട് പറയും. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കാരണം ഇതൊക്കെ അടുത്ത കളി വന്നാൽ പോയിൻ്റ് ഇങ്ങനെയുള്ള കാൽക്കുലേറ്ററും വെച്ച് ഇരിക്കുന്ന ഒരു കളിയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചെങ്കിലേ സംഗതി പിടുത്തം കിട്ടുകയുള്ളൂ. എന്നാലും പറയാം. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം ആദ്യം നമ്മൾ എടുക്കുകയാണ്. ഈ ഗ്രൂപ്പിലെ എല്ലാ ടീമുകളും നമുക്ക് എടുക്കാം. ഇന്ത്യയുടെ കാര്യം നമ്മൾ ആദ്യം എടുക്കുകയാണ്. ഇന്ത്യ ഒരു കളി കളിച്ചു, തോറ്റു, പോയിൻറ്റുകളില്ല. -3.8 ആണ് ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ്. റിമൈനിങ് മാച്ചസ് സിംബാബ്വേക്കെതിരെ ഇന്നത്തെ കളിയും പിന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഒരു കളിയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് വിത്തൗട്ട് നെറ്റ് റൺ റേറ്റ് ഇന്ത്യക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, നെറ്റ് റൺ റേറ്റ് പരിഗണനയിലേക്ക് വരാതെ ഇന്ത്യക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 2 കളിയും ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് 4 പോയിൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക അവരുടെ അടുത്ത 2 മത്സരങ്ങളും വിജയിക്കുന്ന സാധ്യതയും ഉണ്ടായാൽ ഇന്ത്യക്ക് വിത്തൗട്ട് നെറ്റ് റൺ റേറ്റ് മുന്നോട്ട് പോകാൻ പറ്റും. വിത്ത് 4 പോയിൻറ്റ്സ് ഇന്ത്യ വിൽ ബി അഷ്വർഡ് ക്വാളിഫിക്കേഷൻ ഇഫ് സൗത്ത് ആഫ്രിക്ക വിൻ ബോത്ത് ദെയർ റിമൈനിങ് മാച്ചസ്. അതായത് വെസ്റ്റ് ഇൻഡീസിനെതിരെയും സിംബാബ്വേക്കെതിരെയുമുള്ള കളികൾ സൗത്ത് ആഫ്രിക്ക വിജയിക്കുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്കക്ക് 6 പോയിൻ്റ് ആവും. ഇന്ത്യക്ക് ബാക്കി 2 കളികൾ ജയിച്ചാൽ ഇന്ത്യക്ക് 4 പോയിൻ്റ് ആവും. അപ്പോൾ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും നെറ്റ് റൺ റേറ്റ് പരിഗണിക്കാതെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കണേ, സൗത്ത് ആഫ്രിക്ക ജയിച്ചാൽ മാത്രമല്ല സൗത്ത് ആഫ്രിക്ക തോറ്റാലും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എങ്ങനെ? വിത്തൗട്ട് നെറ്റ് റൺ റേറ്റ്. എങ്ങനെ? ഇഫ് ദേ ലൂസ് ബോത്ത്. 2 കളിയും സൗത്ത് ആഫ്രിക്ക തോറ്റു എന്ന് വെച്ചോ, സൗത്ത് ആഫ്രിക്ക എത്ര പോയിൻ്റ് ഉണ്ടാവും? 2 പോയിൻറ്റിൽ സൗത്ത് ആഫ്രിക്ക അവിടെ നിൽക്കും. പക്ഷേ സിംബാബ്വേയോടൊക്കെ സൗത്ത് ആഫ്രിക്ക തോൽക്കണം. ഇന്ന് വെസ്റ്റ് ഇൻഡീസിനോടും പിന്നെ സിംബാബ്വേയോടും സൗത്ത് ആഫ്രിക്ക തോറ്റാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് 2 പോയിൻ്റ് ഉണ്ടാവുള്ളൂ. ഇന്ത്യയുടെ 2 കളികളും ജയിച്ചാൽ ഇന്ത്യക്ക് 4 പോയിൻ്റ് ആവുകയും ചെയ്യും. ബാക്കി ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു, എന്നിട്ട് സിംബാബ്വേയോട് തോറ്റു എന്ന് വെക്കുക. അങ്ങനെ സംഭവിച്ചാലോ സൗത്ത് ആഫ്രിക്കക്ക് 4 പോയിൻ്റ് ആവും, സിംബാബ്വേക്ക് 2 പോയിൻ്റ് ഉണ്ടാവും. ഇന്ത്യ പക്ഷേ ഇന്ത്യയുടെ കളികളൊക്കെ ജയിക്കണേ. ആൻഡ് ഇന്ത്യ 4 പോയിൻ്റ് നേടിയാൽ അപ്പോൾ ഇന്ത്യ വിൽ ബി സ്റ്റിൽ അഷ്വർഡ് എ പ്ലേസ് ഇൻ ദി ലാസ്റ്റ് 4 വിത്തൗട്ട് നെറ്റ് റൺ റേറ്റ് കമ്മിങ് ഇൻ ടു പ്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചാൽ പിന്നെ വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യയും തോൽപ്പിച്ചാൽ വെസ്റ്റ് ഇൻഡീസ് 2 പോയിൻ്റിൽ ഒതുങ്ങും. ഇന്ത്യ സിംബാബ്വേയെ തോൽപ്പിക്കുന്നു, ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുന്നു, ഇന്ത്യക്ക് 4 പോയിൻ്റ് ആവും. സൗത്ത് ആഫ്രിക്ക ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ സൗത്ത് ആഫ്രിക്ക 4 പോയിൻ്റ് ആവും. സിംബാബ്വേയോട് തോറ്റാലും സൗത്ത് ആഫ്രിക്കക്ക് 4 പോയിൻ്റ്, ഇന്ത്യക്ക് 4 പോയിൻ്റ്. വെസ്റ്റ് ഇൻഡീസിനും സിംബാബ്വേക്കും 2 പോയിൻ്റ് ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും സെമി ഫൈനലിലേക്ക് കടക്കും. അപ്പോൾ ഇത്രയും സാധ്യതകൾ അവിടെയുണ്ട് വിത്തൗട്ട് നെറ്റ് റൺ റേറ്റ് പോകാൻ. ഈ ഒരു സാധ്യത മാത്രമല്ല, ഇനി നെറ്റ് റൺ റേറ്റിൻ്റെ സാധ്യതയിലേക്ക് നമ്മൾ കടന്നാൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ അതുകൂടി നോക്കുക. സൗത്ത് ആഫ്രിക്ക ഇന്ന് വെസ്റ്റ് ഇൻഡീസിനോട് തോൽക്കുന്നു, എന്നിട്ട് സിംബാബ്വേയെ തോൽപ്പിക്കുന്നു. അപ്പോൾ കളി മാറും.
അങ്ങനെ വന്നാൽ 3 ടീമുകൾക്ക്, ഇന്ത്യ ഓൾറെഡി 4 പോയിൻ്റ് നേടണേ, എന്നാലേ അതൊക്കെ നടക്കുള്ളൂ. 3 ടീമുകൾക്ക്, സൗത്ത് ആഫ്രിക്കക്കും വെസ്റ്റ് ഇൻഡീസിനും ഇന്ത്യക്കും 4 പോയിൻ്റ് ആയിരിക്കും. ആ കേസിൽ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും ടൈ ബ്രേക്കർ. ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് അത്ര മികച്ചതല്ല. അത് സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ കളിയിലെ വമ്പൻ തോൽവിയും വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വേക്കെതിരെ നേടിയ വമ്പൻ വിജയവും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് അത്ര മികച്ചതല്ല എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഇന്ത്യ സിംബാബ്വേയെ 60 റൺസിന് ഇന്നത്തെ മത്സരത്തിൽ തോൽപ്പിച്ചു നോക്കുക. ഇന്ത്യ ഒരു 150 റൺസൊക്കെ അടിച്ചിട്ട് 60 റൺസിന് സിംബാബ്വെ തോൽപ്പിച്ചാൽ വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുന്നു 5 റൺസിന്. സൗത്ത് ആഫ്രിക്ക സിംബാബ്വേയെ ഏത് മാർജിനും തോൽപ്പിക്കട്ടെ. അങ്ങനെ വന്നാലും ഇന്ത്യക്ക് 64 റൺസിൻ്റെ വിജയം വേണ്ടി വരും. വെസ്റ്റ് ഇൻഡീസിനെതിരെ 64 റൺസിൻ്റെ വിജയം നേടിയെങ്കിൽ മാത്രമേ സെമി ഫൈനലിലേക്ക് വെസ്റ്റ് ഇൻഡീസിനെ തള്ളിക്കൊണ്ട് മുന്നോട്ട് കയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സിംബാബ്വേക്കെതിരെ 60 റൺസ് ജയിക്കണം, എന്നിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ വീണ്ടും അതുപോലെ 64 റൺസിൻ്റെ വിജയം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 180 റൺസ് അടിക്കും എന്നുള്ളൊരു അസംഷനിലാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓൺ ദി അതർ ഹാൻഡ്, സൗത്ത് ആഫ്രിക്ക ഒരു 40 റൺസിന് മാർജിനിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോൽക്കുന്നു. എന്നിട്ട് സിംബാബ്വെ ബൈ 1 റൺ. അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെയാണെങ്കിൽ പോലും ഇന്ത്യക്ക് 54 റൺസിൻ്റെ വിജയം വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയെങ്കിൽ മാത്രമാണ് സൗത്ത് ആഫ്രിക്കയെ മറികടന്നുകൊണ്ട് അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 54 റൺസിന് ജയിക്കണം. സിംബാബ്വേയോട് സൗത്ത് ആഫ്രിക്ക 1 റൺസിന് മാത്രം ജയിക്കുന്നൊരു സ്ഥിതിവിശേഷവും, സൗത്ത് ആഫ്രിക്ക 40 റൺസിന് വെസ്റ്റ് ഇൻഡീസിനോട് തോൽക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായാൽ നെറ്റ് റൺ റേറ്റ് മറികടന്ന് ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ചുരുക്കത്തിൽ ഈ നെറ്റ് റൺ റേറ്റിൻ്റെ ഇഷ്യൂവിലേക്ക് കാര്യങ്ങൾ പോയാൽ വമ്പൻ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഇന്ന് വമ്പൻ വിജയം നേടേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇഫ് ഇന്ത്യ വിൻ 1 ആൻഡ് ലോസ് 1, അങ്ങനെ സംഭവിച്ചാലോ? അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ഇന്ത്യക്ക് 4 പോയിൻ്റ് കിട്ടിയുള്ള അവസ്ഥയാണ്. അടുത്ത 2 കളിയും ജയിച്ചാൽ, ഇനി ഇന്ത്യ 1 കളി തോറ്റു 1 കളി ജയിച്ചു, അപ്പോൾ ഇന്ത്യക്ക് 2 പോയിൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോവുമോ? അപ്പോഴും ചെറിയ സാധ്യതകളുണ്ട്. എന്ത് സംഭവിക്കണമെന്നറിയോ? ഒന്നുകിൽ സൗത്ത് ആഫ്രിക്കയോ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസോ അവരുടെ 3 കളികളും ജയിക്കണം. അപ്പോൾ ആ ടീമിന് 6 പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ബാക്കി ടീമുകൾക്ക് 2 പോയിൻറ്റിൻ്റെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അങ്ങനെ വന്നാൽ വീണ്ടും നെറ്റ് റൺ റേറ്റ് പരിഗണിക്കേണ്ട അവസ്ഥ വരും. ഒരു എക്സാമ്പിൾ നോക്കുക. സൗത്ത് ആഫ്രിക്ക അവരുടെ 3 മത്സരങ്ങളും ജയിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെയും തോൽപ്പിക്കുന്നു, പിന്നെ സിംബാബ്വേയും തോൽപ്പിക്കുന്നു. അങ്ങനെ വന്നാൽ അവർ നേരിട്ടങ്ങ് സെമി ഫൈനലിലേക്ക് പോകും. പിന്നെ ഒരു സ്പോട്ട് മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. മറ്റ് ടീമുകൾക്ക് ഓരോ വിജയം മാത്രമായിട്ട് 2 വീതം പോയിൻറ്റുകൾ വന്നാൽ, അപ്പോൾ ഇന്ത്യ സിംബാബ്വേയോട് തോൽക്കുന്നു നോക്കുക, സിംബാബ്വേക്ക് 2 പോയിൻ്റായി. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുന്നു നോക്കുക, ഇന്ത്യക്ക് 2 പോയിൻ്റായി. വെസ്റ്റ് ഇൻഡീസിൻ്റെ അവസ്ഥ എന്താണ്? എല്ലാ കളിയും സൗത്ത് ആഫ്രിക്ക ജയിച്ചു എന്ന് പറഞ്ഞാൽ അവർ സൗത്ത് ആഫ്രിക്കയോട് തോറ്റല്ലോ, ഇന്ത്യയോട് അവർ തോൽക്കുന്നു. പിന്നെ സിംബാബ്വേയോടുള്ള 2 പോയിൻ്റുള്ളൂ. അപ്പോൾ ഇന്ത്യക്കും സിംബാബ്വേക്കും വെസ്റ്റ് ഇൻഡീസിനും 2 വീതം പോയിൻറ്റുകളായിരിക്കും. അപ്പോഴും ഈ പറയുന്ന പോലെ നെറ്റ് റൺ റേറ്റ് പരിഗണനയിൽ വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ നെറ്റ് റൺ റേറ്റ് ഒരു ഇഷ്യൂ ആണ്. അങ്ങനെ വന്നാൽ സൗത്ത് ആഫ്രിക്കയോട് ഒരു 50 റൺസിന് വെസ്റ്റ് ഇൻഡീസ് തോൽക്കുന്ന സ്ഥിതിവിശേഷം, 50 അതിന് മുകളിലോ, ഇതൊരു എക്സാമ്പിൾ പറയുന്നതാണ്, അതിന് മുകളിലാവാം. ഇന്ത്യ അപ്പോഴും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള കളിയിൽ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ 50 റൺസിന് തോൽപ്പിച്ചാലും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ 67 റൺസിന് ജയിക്കേണ്ടി വരും സെക്കൻഡ് സെമി ഫൈനൽ സ്പോട്ട് പിടിക്കാൻ. 67 അതിന് മുകളിലും ഒക്കെ റൺസ് അടിച്ച് റൺസിന് വിജയിക്കേണ്ട അവസ്ഥ വരും. ഇനി വെസ്റ്റ് ഇൻഡീസ് എല്ലാ കളികളും ജയിച്ചാലോ? ഇന്ത്യയല്ല, സൗത്ത് ആഫ്രിക്കയല്ല, വെസ്റ്റ് ഇൻഡീസ് എല്ലാ കളികളും ജയിച്ചാലോ അവർക്ക് 6 പോയിൻ്റ് ആവും. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള മത്സരവും അവർ ജയിക്കുന്നു, 1 റൺസിന് ഇന്ത്യക്കെതിരെ അവർ ജയിക്കുന്നു നോക്കുക. അതൊക്കെ ഒരു അസംഷൻ പറയുന്നതാണ്. സൗത്ത് ആഫ്രിക്ക അവരുടെ അടുത്ത 2 കളികളും തോൽക്കുന്നു, ഒരു 50 റൺസിനും 20 റൺസിനുമായിട്ട് അവരുടെ 2 കളികളും തോൽക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്റ്റിൽ
സിംബാബ്വെക്കെതിരെയുള്ള ഇന്നത്തെ മത്സരത്തിൽ ഒരു 84 റൺസിൻ്റെ വിജയമുണ്ടെങ്കിൽ മാത്രമേ സൗത്ത് ആഫ്രിക്കയെ നെറ്റ് റൺ റേറ്റിൽ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാണ് മൊത്തം സെനാരിയോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ സെനാരിയോസാണ് ഏറ്റവും എളുപ്പം. അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് ഇന്ന് വെസ്റ്റ് ഇൻഡീസ് തോക്ക് ഇന്ത്യ 2 കളികളും ജയിക്കുകയും ചെയ്യുന്നത്. അല്ലാതെയും നെറ്റ് റൺ റേറ്റ് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാതെ ഇന്ത്യക്ക് കടന്നു പോകാൻ പറ്റുന്ന സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തപ്പോൾ പല വഴികളുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി പറയുന്നു, ഈ നെറ്റ് റൺ റേറ്റ് എഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. അതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ബിഗ് മാർജിനിലെ വിജയം സിംബാബ്വെക്ക് മേൽ ഇന്ന് നേടാൻ പറ്റണം. വെസ്റ്റ് ഇൻഡീസൊക്കെ നേടിയ പോലെ നേടാൻ പറ്റണം. അങ്ങനെയെങ്കിൽ ഒരല്പമെങ്കിലും ആശ്വസിക്കാം. ഇനി സൗത്ത് ആഫ്രിക്കയുടെ കാര്യം എന്താണ്? സൗത്ത് ആഫ്രിക്ക എല്ലാം ഭദ്രമായിട്ട് നിൽക്കൊന്നുമല്ല. സൗത്ത് ആഫ്രിക്ക ഒരു കളി കളിച്ചു, 2 പോയിൻറ്റ് പ്ലസ് 3.8 നെറ്റ് റൺ റേറ്റ് നിൽക്കുകയാണ്. ബാക്കി മത്സരങ്ങൾ വെസ്റ്റ് ഇൻഡീസിനെതിരെയും സിംബാബ്വെക്കെതിരെയുമാണ്. സോ ഇന്ത്യക്കെതിരെ വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വിജയമാണ് അവർ നേടിയത്. സെമി ഫൈനലിലേക്ക് കടക്കാനുള്ള അവരുടെ സാധ്യത അതോടുകൂടി ജ്വലിപ്പിച്ച് നിർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയും അവർക്ക് വർക്കുകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്നത്തെ മത്സരം അവർ വിജയിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അവർ ക്വാളിഫൈ ചെയ്യും. 100% എന്നല്ല, അപ്പോഴും തിയറിറ്റിക്കലി ചില സാധ്യതകളുണ്ട്. പക്ഷേ എന്നാൽ പോലും പുറത്താവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പോലും ഇന്ന് അവർ വിജയിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അവർ സെമി ഫൈനലിലെത്തി എന്ന് പറയാൻ പറ്റും. ഇവിടെ തിയറിറ്റിക്കലി പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയും 4 പോയിൻറ്റ്സിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത അപ്പോഴും ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും തോൽക്കുകയാണെങ്കിൽ അപ്പോഴും അങ്ങനെ ഒരു സാധ്യത അവിടെ ബാക്കിയുണ്ട്. നോക്കുക, സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനോട് തോൽക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും സിംബാബ്വെ അവർ പരാജയപ്പെടുത്തുകയും ചെയ്താൽ അപ്പോൾ അവിടെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 3-way ടൈ 4 പോയിൻറ്റിൻ്റെ സ്ഥിതിയിൽ 3 ടീമുകൾ എത്തുന്ന സ്ഥിതിവിശേഷം വരും. അപ്പോൾ ഇന്ത്യയുടെ സെനാരിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അപ്പോൾ സൗത്ത് ആഫ്രിക്കക്ക് ഒരു 76 റൺസിൻ്റെ വിജയം ഇന്ത്യക്ക് മേൽ നേടാൻ പറ്റി എന്നുള്ളത് കൊണ്ട് അവർക്കൊരു സ്ട്രോങ് കുഷ്യൻ നെറ്റ് റൺ റേറ്റിലുണ്ട്. അത് നെറ്റ് റൺ റേറ്റ് സെനാരിയോയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകും. അൺലെസ് ദേ സഫർ എ ഹെവി ഡിഫീറ്റ്. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെതിരെയോ സിംബാബ്വെക്കെതിരെയോ ഹെവി ഡിഫീറ്റ് നേരിടേണ്ടി വന്നില്ലെങ്കിൽ അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സ്ഥിതി അപ്പോഴും ഉണ്ടാകും. ഇനി അടുത്ത 2 മത്സരങ്ങളും സൗത്ത് ആഫ്രിക്ക തോറ്റാലോ? അങ്ങനെ വന്നാൽ സ്റ്റിൽ കീപ് സൗത്ത് ആഫ്രിക്ക ഇൻ കണ്ടൻഷൻ. അവർക്ക് അപ്പോഴും സെമി ഫൈനൽ സാധ്യതയുണ്ട്. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് അവരുടെ എല്ലാ മത്സരങ്ങളും വിജയിക്കണം. അപ്പോൾ ഇന്ത്യക്കും സിംബാബ്വെക്കും സൗത്ത് ആഫ്രിക്കയ്ക്കും 2 പോയിൻ്റ് ആവും. അപ്പോഴും നെറ്റ് റൺ റേറ്റ് ആയിരിക്കും നോക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു നെറ്റ് റൺ റേറ്റിൽ അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. വെസ്റ്റ് ഇൻഡീസിൻ്റെ കാര്യത്തിലോ, വെസ്റ്റ് ഇൻഡീസ് ഒരു കളി കളിച്ച് 2 പോയിൻ്റ് ഉണ്ട്, പ്ലസ് 5.35 നെറ്റ് റൺ റേറ്റ്. കളിച്ചത് സിംബാബ്വെയോടാണ്. ടഫ് ആയിട്ടുള്ള മത്സരങ്ങൾ വരാനിരിക്കുന്നു. ഇന്നത്തെ മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ, പിന്നെ ഇന്ത്യക്കെതിരെ. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം 107 റൺസിൻ്റെ വമ്പൻ വിജയം നേടി എന്ന് പറയുമ്പോഴും അവർക്ക് ഇപ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ പരിധിയിലായിട്ടില്ല എന്നർത്ഥം. ഇനി അവരുടെ അടുത്ത 2 മത്സരങ്ങളിലും അവർ തോറ്റാലോ? ഡിഫീറ്റ്സ് ഇൻ ബോത്ത് മാച്ചസ്. അപ്പോഴും അവർ കണ്ടൻഷനിലുണ്ടാവും, സെമി ഫൈനൽ കണ്ടൻഷന്. പക്ഷേ ഇന്ത്യ സിംബാബ്വെയോട് തോൽക്കണം. അങ്ങനെ വന്നാൽ 3 ടീമുകൾക്ക് 2 പോയിൻ്റ് സ്ഥിതിവിശേഷം ഉണ്ടാവും. അതിൽ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും പരിഗണിക്കുക. ഇനി അവർ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ന് ജയിക്കുന്നു, എന്നിട്ട് ഇന്ത്യയോട് തോൽക്കുന്നു. അപ്പോൾ വന്നാൽ 3 ടീമുകൾക്ക് 4 പോയിൻ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ അത് ഇന്ത്യയുടെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞ സെയിം അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്വാളിഫൈ ചെയ്യുക. 107 റൺസിൻ്റെ വിജയം അവർക്ക് ഒരു ഡിസിസീവായിട്ടുള്ള കാര്യമായിട്ട് അപ്പോൾ വരികയും ചെയ്യും. പിന്നെ സിംബാബ്വെക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചാൽ, സിംബാബ്വെ ഇപ്പോൾ ഒരു കളി കളിച്ച് അത് വലിയ മാർജിൻ തോറ്റു. -5.35 അവരുടെ നെറ്റ് റൺ റേറ്റ്. ഇന്ത്യക്കെതിരെ ഇന്ന് കളിക്കുന്നു, പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് അടുത്ത കളി. അപ്പോൾ കുറച്ച് എറേഴ്സ് കഴിഞ്ഞ കളിയിൽ വന്നത് അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇനി അവർക്ക് മുന്നോട്ട് പോകാനുള്ള ബെസ്റ്റ് കേസ് സെനാരിയോ എന്ന് പറഞ്ഞാൽ അടുത്ത 2 മത്സരങ്ങളും വിജയിച്ചിട്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ എല്ലാ മത്സരങ്ങളും വിജയിക്കുമെന്നും കരുതുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയും വിത്തൗട്ട് നെറ്റ് റൺ റേറ്റ് കമ്മിങ് ഇൻ ടു പ്ലേ മുന്നോട്ട് കയറും. അതുമാത്രമാണ് അവർക്കുള്ള സാധ്യത. അവരുടെ 2 കളികളും ജയിക്കുക, വെസ്റ്റ് ഇൻഡീസ് അവരുടെ എല്ലാ കളികളും ജയിക്കുക. അങ്ങനെ വെസ്റ്റ് ഇൻഡീസിന് 6 പോയിൻറ്റും അവർക്ക്
4 പോയിൻറ്റും ആയിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരേ ഒരു സാധ്യതയുള്ളൂ. അല്ലാതെ നെറ്റ് റൺ റേറ്റ് വന്നാൽ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 3 ടീമുകൾക്ക് 2 പോയിൻറ്റ് വരുന്ന ഘട്ടത്തിൽ സിംബാബ്വേക്കും നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ നെറ്റ് റൺ റേറ്റ് വളരെ പരിതാപകരമായതുകൊണ്ട് അതുവഴി ഒരു മുന്നോട്ട് പോക്ക് അവർ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് സെനാരിയോ. അപ്പോൾ ഇന്ത്യക്ക് ഒരു വഴിയല്ല, പല വഴിയുണ്ട്. ഇന്ന് തോറ്റാൽ പോലും സാധ്യതകളുണ്ട് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.